പച്ചമാങ്ങ ഇങ്ങനെ അടുത്ത സീസൺ വരെ, അതായത് മാങ്ങ സീസൺ വരെ നമ്മൾ സൂക്ഷിച്ചു വെക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഈ മാങ്ങ മുങ്ങണ അത്ര വെള്ളം ഒരു നല്ല പരന്ന പാത്രത്തിൽ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 4 സ്പൂണാണ് കേട്ടോ. 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. മാങ്ങ അധികമുള്ള കാരണമാണ് 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. മാങ്ങ കുറവുള്ള വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുത്താൽ മതി. അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ആ വെള്ളത്തിലേക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒരു 3 സ്പൂൺ കേട്ടോ സുർക്ക. ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ആ പഞ്ചസാരയും വിനാഗിരിയും ചേർത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മുങ്ങി ഇത് 1 മണിക്കൂർ നേരം മുക്കി വയ്ക്കുക. ഇനി ഈ മാങ്ങേനെ നമ്മൾ ഒരു 4-5 ലെയറായിട്ടുള്ള കോട്ടൻ്റെ തുണിയിട്ടാ വെള്ളം വലിയാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നല്ലോണം വെള്ളം വാർത്തിട്ട് കോരിയിടുക. ഇതിലത്തെ വെള്ളം ഇങ്ങനെ ഒരേ ലെയർ തുണി എടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കും. മാങ്ങയിലെ പീസ് എടുത്ത് നോക്കിയാൽ ഒരു തരി പോലും വെള്ളമില്ല. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബോക്സിലേക്ക് ഇടുക. ഇതാക്കിയിട്ട് ഇത് ഫുള്ള് ഇട്ടിട്ട് നന്നായി എയർ ടൈറ്റ് ആക്കിയിട്ട് അടയ്ക്കുക. അടച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം അത് എടുക്കുക. ഫ്രീസറിൽ വെച്ചിരുന്ന മാങ്ങ നമ്മൾ എടുത്തുട്ടാ. ഈ തുറന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ സിപ്പ് ലോക്കുള്ള കവർ എന്ന് വെച്ചെങ്കിൽ അതല്ലെങ്കിൽ സാധാ പോളിത്തീൻ കവർ. സിപ്പ് ലോക്കുള്ള കവർ ഇല്ലാത്തത് കൊണ്ട് ഈ കവർ എടുക്കുക. ഈ കവറിലേക്ക് പറക്കിടുക. ഇത് സീൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് മടക്കുക. ഓരോന്നും ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ കവറിലാക്കിയതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു കറിയിലേക്കുള്ളതാണ്. ഒരു മീൻ കറിയിലേക്കുള്ളത് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇതൊരു കവറല്ലേ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതുള്ളൂ. ഇനി ഇങ്ങനത്തെ ബോക്സിലേക്ക് നേരത്തെ കാണിച്ച ബോക്സ് തന്നെ ആ ബോക്സിലേക്ക് ഇങ്ങനെ വെക്കുക. 4 ഇതിൽ വെക്കാൻ പറ്റും. എന്നിട്ട് അത് ബോക്സ് നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് അടച്ചു കൊടുക്കുക. ഇനി ഒരെണ്ണം ബാലൻസ് ഉണ്ടത് നമ്മൾ ഈ ചെറിയ കവറിൽ മാങ്ങക്കാലം തീർന്ന് 1 മാസം കഴിയുമ്പോൾ ഇതെടുക്കാം. അതിന് ശേഷം അതെടുക്കണം. ഇതിലൊരു സൂത്രം കണ്ടില്ലേ? ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രീസറിൽ തന്നെ വേണം ഇത് വെക്കാനായിട്ട്. താഴെ വെക്കരുത്.